നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിലെ നിരീക്ഷണങ്ങൾ അതാകട്ടെ ഈ വിഷയം ഒരു സാധാരണ മോഷണത്തിൽ ഒതുങ്ങുന്നതല്ലെന്നും പിന്നിൽ രാജ്യാന്തര വിഗ്രഹക്കടത്ത് ശൃംഖലയുടെ ആസൂത്രിത ഇടപെടലുണ്ടെന്നും ശക്തമായ സൂചനയാണ് നൽകുന്നത്. ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ, വാതിൽപ്പാളികൾ, താങ്ങുപീഠങ്ങൾ എന്നിവയുടെയെല്ലാം തന്നെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്താനും അതിൻ്റെ പകർപ്പുകൾ നിർമ്മിക്കാനും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചതായിട്ട് കോടതി കണ്ടെത്തി. ഈ അളവെടുപ്പുകളൊക്കെ തന്നെ ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുവകളൊക്കെ തന്നെ കൈമാറ്റം ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന ഗുരുതരമായ സംശയമാണ് കോടതി പ്രകടിപ്പിക്കുന്നത്. ഈ പ്രവർത്തികൾ പുരാവസ്തുക്കളെയും ക്ഷേത്ര സ്വത്തുക്കളെയും സംബന്ധിച്ച നിയമങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെ ചട്ടങ്ങളുടെയും ഒക്കെ തന്നെ നഗ്നമായ ലംഘനമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ കുറ്റകൃത്യത്തിൻ്റെ ആസൂത്രണ രീതികൾ ലോകമെമ്പാടുമുള്ള പുരാവസ്തു കള്ളക്കടത്ത് ശൃംഖലകളുമായിട്ട് ബന്ധമുള്ളതായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ത്യൻ വംശജനായിട്ടുള്ള കുപ്രസിദ്ധ രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനായിട്ടുള്ള സുഭാഷ് കപൂറിൻ്റെ പ്രവർത്തന രീതികളുമായുള്ള ഗണ്യമായ സാമ്യം ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ശ്രദ്ധേയമാണ്. 2011 അറസ്റ്റിലായ കപൂർ പുരാതന വിഗ്രഹങ്ങളുടെ പകർപ്പുകൾ നിർമ്മിച്ച് അന്താരാഷ്ട്ര കമ്പോളത്തിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. സമാനമായ രീതിയിൽ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുടെ പകർപ്പുകൾ വികസിപ്പിച്ച് അവയ്ക്ക് വൻ വിലയ്ക്ക് രാജ്യാന്തര വിപണിയിൽ ആവശ്യക്കാരെ കണ്ടെത്താനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായാണോ ഈ അളവെടുപ്പുകൾ നടന്നതെന്നാണ് ഹൈക്കോടതി ഇവിടെ സംശയിക്കുന്നത്. ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളെയും പുരാവസ്തുക്കളുടെ സംരക്ഷണത്തെയും സംബന്ധിച്ച് പ്രധാന ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഈ പദ്ധതിയുടെ വിജയം ഉറപ്പാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കൂട്ടുനിന്നിട്ടുണ്ട് എന്ന നിരീക്ഷണവും കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ സഹായത്തോടെ നട തുറന്നിരിക്കുന്ന സമയത്തായിരുന്നു അളവെടുപ്പുകൾ നടത്തിയത്. ദേവസ്വം ബോർഡിൻ്റെയോ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ ഔദ്യോഗിക അനുമതിയില്ലാതെയാണ് ഇത്രയും നിർണായകമായ നടപടികൾ സ്വീകരിച്ചത്. ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്നതിനപ്പുറം ഉദ്യോഗസ്ഥ തലത്തിലെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലും പങ്കാളിത്തവും ഉണ്ടായിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി എത്തിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പങ്ക് ഉൾപ്പെടെ വിശദമായി അന്വേഷിക്കേണ്ടത് അനിവാര്യമാണെന്നും കോടതി ഊന്നി പറയുന്നു. കേസിൻ്റെ സമഗ്രവും കാര്യക്ഷമവുമായിട്ടുള്ള അന്വേഷണത്തിനായി ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായ ദിശാബോധം നൽകിയിട്ടുണ്ട്. കേവലം പ്രാദേശിക കവർച്ച എന്ന നിലയിൽ ഒതുങ്ങാതെ രാജ്യാന്തര കള്ളക്കടത്ത് ശൃംഖലയുമായുള്ള ബന്ധം സംബന്ധിച്ച് സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്താൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ വശങ്ങളും, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സാധ്യത, ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തിൻ്റെ വ്യാപ്തി എന്നിവയെല്ലാം പരിശോധിക്കണം. കൂടാതെ ദേവസ്വം ബോർഡിൻ്റെ മുൻകാല ഭരണ സമിതികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും പരിശോധിക്കണമെന്നും ഇത് കൃത്യമായി പരിശോധിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാകട്ടെ കേസിൻ്റെ അടിത്തട്ട് മുതൽ സമഗ്രമായി അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് സഹായകമായി മാറും. ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ അത് ഒന്നിലധികം തവണ ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന SITയുടെ പ്രാഥമിക റിപ്പോർട്ടിലെ ഒരു സൂചന തന്നെയാണ്. അതായത് ഒരു തവണ ശ്രമിച്ച കുറ്റവാളികൾ വിജയകരമായി കവർച്ച നടത്തിയ ശേഷം വീണ്ടും സമാനമായ കുറ്റകൃത്യത്തിന് മുതിരുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമൂല്യമായ സ്വത്ത് ആവർത്തിച്ച് കവർച്ച ചെയ്യപ്പെട്ട ഈ സാഹചര്യം ക്ഷേത്രത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെയും ഭരണനിർവഹണത്തിലെയും ഗുരുതരമായ പാളിച്ചകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കണ്ടെത്തലുകൾ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുകയും സംഭവത്തിൻ്റെ ആസൂത്രണപരമായിട്ടുള്ള ഗൗരവം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഹൈക്കോടതിയുടെ ഈ കടുത്ത നിരീക്ഷണങ്ങൾ കേവലം ഒരു കോടതി ഉത്തരവായിട്ടല്ല, മറിച്ച് പുരാവസ്തുക്കളുടെ സംരക്ഷണത്തിന് നൽകേണ്ട പ്രാധാന്യം അടിവരയിടുന്ന ഒരു മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം രാജ്യത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വിലമതിക്കാനാവാത്ത ശബരിമലയിലെ ഓരോ അമൂല്യ വസ്തുക്കളും കള്ളക്കടത്ത് സംഘങ്ങളുടെ ഒരു ലക്ഷ്യമായി മാറിയേക്കാമെന്ന സാധ്യത ഇവിടെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ഈ നീക്കങ്ങൾക്കെതിരെ ശക്തവും നിയമപരമായിട്ടുള്ള നടപടികൾ അനിവാര്യമാണ്. SIT ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സുതാര്യതയും ക്ഷേത്ര സ്വത്തുക്കളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യം ഇവിടെ വ്യക്തമാവുകയാണ്.